യേശുനാഥനെ സ്വന്തം ഭവനത്തിലും നാട്ടിലും അംഗീകരിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ സ്വന്തം നാട്ടിൽ തിരസ്കരിക്കപ്പെടുന്നു. 6 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ചിന്തിക്കാം. 1. യേശുവിൻ്റെ ജീവിതം. ഫ്രാങ്കോയിസ് മൗറിയക് തൻ്റെ യേശുവിൻ്റെ ജീവിതത്തിൽ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതി: 30 വർഷക്കാലം മനുഷ്യപുത്രൻ ഒരു മനുഷ്യനല്ലാതെ മറ്റൊന്നുമായി തോന്നിയില്ല എന്ന് രേഖപ്പെടുത്തുന്നത് അമ്പരിപ്പിക്കുന്ന കാര്യമാണ്. കൂടെ ജീവിച്ചവർ അവനെ അറിയുമെന്ന് കരുതി അവൻ അവരുടെ മേശകളും കസേരകളും ശരിയാക്കി. അവർ അവൻ്റെ കൂട്ടുകുടുംബത്തോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്തു. അവരുടെ നാട്ടുകാരുടെ മധ്യേ ഒരു നാട്ടുകാരനായി, സുഹൃത്തുക്കളോട് ചേർന്ന് സുഹൃത്തായി, ഒരു തൊഴിലാളിയായി, തൊഴിലാളികളുടെ കൂട്ടുകാരനായി, അവർ നിശ്ചയിച്ച റോളിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ അവർ അവനെ ഒരു ജോലിക്കാരനായി, വെറും ഒരു അയൽക്കാരനായി, വെറും ഒരു സ്നേഹിതനായി, വെറും ഒരു പരിചയക്കാരനായി ഒതുക്കുകയാണ് ചെയ്തത്. 2. നമ്മിൽ ഓരോരുത്തരിലുമുള്ള ക്രിസ്തുബന്ധത്തിൻ്റെ ആഴം. കർത്താവ് നമുക്കോരോരുത്തരിലും വ്യക്തിപരമായ ആഴവും ബന്ധവുമുണ്ട് എന്ന് നാം കണക്കാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നന്നായി അറിയാമെന്ന് ഞങ്ങൾ കരുതുന്നവരിൽ പോലും എത്രത്തോളം ക്രിസ്തുബന്ധത്തിൻ്റെ ആഴമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എനിക്ക് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം അറിയണമെങ്കിൽ ക്രിസ്തുവിന് എന്നെക്കുറിച്ചുള്ള ബന്ധത്തിൻ്റെ ആഴം നാം അറിയേണ്ടതുണ്ട്. ക്രിസ്തുവിനെ നാം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധത്തെ തിരിച്ചറിയുവാൻ സാധിക്കണമെങ്കിൽ അത് ക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ മിതമായ അറിവിൽ നിന്നും എൻ്റെ ബുദ്ധിയിൽ നിന്നും ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മൗഢ്യമായിരിക്കും. ആരാണ് ക്രിസ്തു എനിക്ക് എന്ന ചോദ്യത്തിന് ക്രിസ്തുവിലിരുന്നു കൊണ്ട് ക്രിസ്തു എന്നോട് പറയുന്നത് മാത്രമേ എനിക്ക് ഉത്തരമായി പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ പത്രോസ്ലീഹയുടെ ഉത്തരത്തിന് ക്രിസ്തു നൽകുന്ന വ്യാഖ്യാനം: യോനയുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കാതെ പോയ ഒരു ജനമാണ് ക്രിസ്തുവിൻ്റെ ജനം, ക്രിസ്തുവിൻ്റെ നാട്ടുകാർ. 3. യേശുനാഥൻ്റെ മുന്നോട്ടുള്ള യാത്ര. എതിർപ്പ് ഒരിക്കലും യേശുവിനെ തടഞ്ഞില്ല. യേശുവിൻ്റെ നാട്ടുകാരുടെ അറിവോ ജ്ഞാനമോ തിരിച്ചറിവോ ആയിരുന്നില്ല ക്രിസ്തു യാത്രയ്ക്ക് നിദാനം. അവർ യേശുവിൻ്റെ സന്ദേശത്തെ എതിർക്കുകയും യേശുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയും ചെയ്തപ്പോഴും അലഞ്ഞുതിരിയുന്ന ഒരു ഗുരുവായി മറ്റു ചെറിയ ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം മുന്നോട്ടു പോയി. യേശുവിൻ്റെ സന്ദേശം അവരെയൊക്കെയും ആകർഷിച്ചു. യേശുവിൻ്റെ യാത്ര യേശുവിൻ്റെ കുടുംബത്തിന് വേണ്ടിയോ നാടിന് വേണ്ടിയോ ആയിരുന്നില്ല, പിതാവായ ദൈവത്തിന് വേണ്ടി ആയിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന് തന്നെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നവരുടെ തിരിച്ചറിവുകളും ബോധ്യങ്ങളും ക്രിസ്തുവിനെ ബാധിച്ചില്ല. ക്രിസ്തു യാത്രയെ, ക്രിസ്തു പദ്ധതിയെ, സുവിശേഷത്തെ അത് ബാധിച്ചില്ല. 4. യേശുവിൻ്റെ ജ്ഞാനം. യേശുവിൻ്റെ ജ്ഞാനം സ്വർഗത്തു നിന്നും ഭൂമിയിൽ നിന്നും ഒരുപോലെ കടന്നു വന്നതാണ്. കാര്യങ്ങളിലും സംഭവങ്ങളിലും അർത്ഥം കാണാനുള്ള ശാന്തമായ രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അവൻ്റെ ദൈവിക ഉത്ഭവത്തിൽ നിന്നും ജനിച്ചതാണ്. അതുകൊണ്ട് തന്നെ യേശുനാഥനിൽ കർത്താവിൻ്റെ ജനം, നാട്ടുകാർ ഇടറുകയാണ്, അസ്വസ്ഥതപ്പെടുകയാണ്. ആശ്ചര്യപ്പെട്ട് വെറും സാധാരണത്വത്തിലേക്ക് അവർ താണുവരുന്നു. അവർ പറഞ്ഞു: ഈ മനുഷ്യന് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? യേശുവിന് എന്ത് സംഭവിച്ചു എന്ന് നസറത്തിൽ നാട്ടുകാർ എങ്ങനെ അത്ഭുതപ്പെടുമെന്ന് കാണാൻ യാതൊരു പ്രയാസവുമില്ല ഇവിടെ. ഒന്നാമത്തെ അവരുടെ ചിന്ത ഇത് ഒരു മരപ്പണിക്കാരനല്ലേ എന്നായിരുന്നു. ഇവനങ്ങനെ ഒരു പ്രഭാതത്തിൽ കുറച്ച് ശിഷ്യന്മാരെയും കൂട്ടി ഒരു റബ്ബയുടെ വേഷത്തിൽ ഇറങ്ങി നടക്കുവാനാകുന്നു.
ഇവൻ യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും പുത്രനല്ലേ എന്നതായിരുന്നു അടുത്ത അവരുടെ അസ്വസ്ഥത. അവൻ്റെ സഹോദരങ്ങളും നമ്മോടൊപ്പമില്ലേ? പിന്നെ ഇവൻ എങ്ങനെ ഒരു റബ്ബിയായി മാറുന്നു, ദൈവപുത്രനായി മാറുന്നു, അത്ഭുത പ്രവർത്തകനായി മാറുന്നു, അസാധാരണത്വമുള്ളവനായി മാറുന്നു? 6. ജനങ്ങൾക്ക് യേശുവിൻ്റെ സാധാരണത്വം അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ നസ്രത്തിൽ അറിയപ്പെടുന്നതായ ഒരു സാധാരണ കുടുംബത്തിലാണ് വളർന്നത്. ചിലപ്പോൾ നമ്മുടെ മൂക്കിന് താഴെയുള്ള ദൈവകൃപ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടായി വരാറുണ്ട്. നമ്മുടെ അരികെയുള്ള, നമ്മുടെ കൈത്തണ്ടയിലുള്ള നാം സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ നാം അറിയുന്നുണ്ടോ? ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തെറ്റിദ്ധാരണയിലൂടെയും വേദനയുടെയും കരുതലിൻ്റെയും അനുകമ്പയുടെയും സാധാരണത്വത്തിൽ ദൈവത്തിൻ്റെ കൃപയും ദൈവസ്നേഹവും സജീവത്വവും ദൈവകൃപ നിറഞ്ഞതുമാണെന്ന് നാം ബോധ്യപ്പെടാറുണ്ടോ? ഒടുവിലായി യേശുനാഥൻ തൻ്റെ ജന്മനാടായ നസ്രത്തിലേക്ക് മടങ്ങുന്നു. കർത്താവ് തൻ്റെ നാട്ടിലേക്ക് മടങ്ങുന്നത് താൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കിടയിലും സംശയം നേരിടാൻ വേണ്ടി മാത്രമാണ്. എങ്ങനെ ആ ജനം തന്നെ സ്വീകരിക്കും? യേശുവിൻ്റെ ജ്ഞാനവും അവൻ്റെ വീരപ്രവൃത്തികളുമാണ് അവൻ്റെ ബന്ധുക്കളെയും അവൻ്റെ ജന്മനാട്ടിലെ ആളുകളെയും ആശയക്കുഴപ്പത്തിൽ ആക്കിയത്. മറ്റുള്ളവർ പറയുന്ന യേശുവിനെയും നിന്നിലേക്ക് നിനക്ക് വേണ്ടി മടങ്ങി വരുന്ന യേശുവിനെയും നീ തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ടോ? യേശുനാഥൻ പറഞ്ഞു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കർത്താവിന് ഏറെ അത്ഭുതങ്ങളൊന്നും അവിടെ ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നവരാണോ? നമുക്ക് വേണ്ടി വരുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ മനസ്സുള്ളവരാണോ എന്ന് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.